ഡ്രീം വ്ളോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ കയ്യിലേ ഇതൊരു പട്ടിൻ്റെ ഷാൾ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഷാൾ വെച്ചിട്ട് നമുക്കൊന്നൊരു ബാഗ് ചെയ്താലോ. അപ്പോൾ അതിൽ നിന്ന് ചെറിയ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തുണിയുടെ അതേ അളവിൽ നമുക്കിനി ലൈനിങ് തുണിയും കൂടി കട്ട് ചെയ്തെടുക്കണം. ലൈനിങ് ആയിട്ട് ഞാനിവിടെ നമ്മൾ മുന്നേ തയ്ച്ചിട്ടുണ്ടായിരുന്ന തുണിയുടെ ബാക്കി പീസാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ബാഗ് തയ്ക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു തുണിയുടെ മേലെ ഇതേപോലെ ലൈനിങ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ 4 അരികുവശം നമുക്ക് തയ്ച്ചെടുക്കണം. തയ്ക്കുമ്പോൾ നമുക്ക് ഇതിനെ മറച്ചിടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് വിട്ടിട്ട് വേണം കേട്ടോ തയ്ക്കാനായിട്ട്. ഇതുപോലെ തയ്ച്ചെടുക്കുമ്പോഴേ ഉള്ളിലോട്ട് കുറച്ച് നീക്കി വെച്ചിട്ട് വേണേ തയ്ച്ചെടുക്കാനായിട്ട്. ഏറ്റവും അരികു വശത്തു കൂടെ തയ്ച്ചെടുക്കരുതേ. അപ്പോൾ അതുപോലെ തയ്ച്ചെടുക്കുകയാണെങ്കിലേ നമ്മളിത് തിരിച്ചിടുമ്പോൾ പെട്ടെന്ന് തന്നെ വിട്ടുപോരും. അങ്ങനെ വിട്ടുപോരാതിരിക്കാനായിട്ട് ഉള്ളിലേക്ക് കുറച്ച് നീക്കിയിട്ട് വേണം കേട്ടോ തയ്ക്കാനായിട്ട് ഇതേപോലെ. ഇനി ഇതിൻ്റെ 3 സൈഡും തയ്ച്ചതിൻ്റെ ശേഷം നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ടുള്ള ആ ഒരു ഭാഗം അവിടെ നിർത്തിയിട്ട് ബാക്കി അതിൻ്റെ ആ ഒരു സൈഡും കൂടിയും തയ്ച്ചെടുക്കാം കേട്ടോ. ഇതേ രീതിയിൽ തന്നെയാണ് നമുക്ക് വേറൊരു പീസും കൂടിയും കട്ട് ചെയ്ത് വെച്ചത് തയ്ച്ചെടുക്കേണ്ടത്. രണ്ട് പീസ് തുണിയിലും നമ്മൾ അതേ ലൈനിങ് ഒക്കെ വെച്ച് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ആ ഒരു മൂലവശങ്ങൾ വരുമ്പോൾ അവിടേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് വിട്ടിട്ട് കൊടുക്കണം. നമ്മൾ തിരിച്ചിടുമ്പോഴേ ആ ഒരു മൂലഭാഗം കറക്റ്റ് നല്ല വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ രണ്ടാമത് തയ്ച്ചെടുത്തിട്ടുണ്ടായിരുന്ന പീസാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു സൈഡിലാണെങ്കിൽ നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഭാഗത്തു കൂടെ നമുക്ക് ഇതേ രീതിക്ക് തിരിച്ചിടാം കേട്ടോ. തിരിച്ചിട്ടതിന് ശേഷം ആ ഒരു വിട്ടിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ ഇതുപോലെ ഉള്ളിലോട്ട് വെച്ചിട്ട് നമുക്ക് മൊത്തം ആ ഒരു 4 ഭാഗവും നമുക്കൊന്ന് തെറ്റത്തുകൂടെ ഒന്ന് തയ്ച്ചെടുക്കാനുണ്ട്. നമ്മളെടുത്തിട്ടുള്ള ഈ ഒരു തുണിയുടെ അരികുവശം ഇതേപോലെ തയ്ച്ചെടുക്കുമ്പോഴേ കുറച്ചും കൂടി നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തയ്ക്കാനായിട്ട് വിട്ടു പോരുത് കേട്ടോ. ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ തയ്ച്ചെടുക്കുക. രണ്ട് പീസ് തുണിയുടെയും അരികുവശം നമ്മളത് പതിച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. നമ്മളെടുത്തിട്ടുള്ള ഈ ഒരു തുണി തയ്ച്ച് വന്നപ്പോൾ ഇതുപോലെ 15 ഇഞ്ചാണ് കേട്ടോ നീളം. വീതിയും 15 ഇഞ്ചാണ് വരുന്നത്. അപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു 15.5 ഇഞ്ച് വീതിയും നീളവും മാർക്ക് ചെയ്യുക കേട്ടോ. ഒരു 1/2 ഇഞ്ച് കൂട്ടിയെടുത്താൽ മതി. ഇനി ഇത്ര വലിപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ചെറിയ ഒരു അളവ് മാർക്ക് ചെയ്തെടുക്കുക. ചെറിയ അളവെന്ന് പറയുമ്പോൾ ഒരു 10-11 ഇഞ്ച് എടുക്കാം കേട്ടോ. നമുക്ക് നീളവും വീതിയും അതേ അളവ് തന്നെ എടുക്കാൻ നോക്കാം. ഇനിയാണ് നമ്മുടെ ബാഗിൻ്റെ മെയിനായിട്ടുള്ള സ്റ്റിച്ചിങ് തുടങ്ങുന്നത്. ഒരു പീസ് തുണി ഇതുപോലെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു മൂലവശത്ത് നിന്നിട്ട് താഴോട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സൈഡിലും 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നമുക്കത് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ആ ഒരു ഭാഗത്ത് നമുക്കൊന്ന് നേരെ വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 2 തുണിയുടെയും ഇതുപോലെ ആ ഒരു തെറ്റ് ഭാഗത്ത് 6 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മളത് ഒരു പീസ് തുണിയിലാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അതിന് ശേഷം നമുക്ക് ഒരുമിച്ചത് കൂട്ടി പിടിച്ചാൽ മതി കേട്ടോ തയ്ക്കുമ്പോൾ. 2 തുണിയും ഇതേപോലെ കൂട്ടി പിടിക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗത്തുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു മോഡൽ ബാഗ് തയ്ക്കുമ്പോൾ ലൈനിങ് തുണി ഇതേ കളറ് വെക്കരുത് കേട്ടോ. വേറൊരു കളറ് വേണം ലൈനിങ് തുണി വെക്കാനായിട്ട്. നമ്മുടെ ബാഗ് കാണാനായിട്ട് കുറച്ച് നല്ല ഭംഗി കിട്ടണമെന്നുണ്ടെങ്കിലേ ലൈനിങ് തുണി ഉണ്ടല്ലോ വേറൊരു കളറ് വെച്ചാൽ തന്നെയാണ് ഈ ഒരു ബാഗ് നല്ല ഭംഗിയിൽ നിൽക്കുള്ളൂ. 2 തുണിയുടെയും ആ ഒരു മൂലഭാഗം നമ്മൾ തയ്ച്ചെടുത്തല്ലോ അത് ഇതേപോലെ നിർത്തി വെച്ചിട്ട് നമുക്കിനി തയ്ച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു തെറ്റ് ഭാഗത്ത് നിന്നിട്ട് താഴോട്ട് ഇതേപോലെ തയ്ച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഇതിൻ്റെ മൊത്തം ആ ഒരു 4 സൈഡും തയ്ച്ച് വെക്കുക. നമ്മുടെ ഈ ഒരു ബാഗിന് ഒരുപാട് തയ്പ്പ് വരുന്നില്ല. നല്ല എളുപ്പത്തിൽ എല്ലാവർക്കും തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു സിമ്പിളായിട്ടുള്ള ബാഗ് ഇതേപോലെ ആ ഒരു 4 സൈഡ് തയ്ച്ച് കഴിഞ്ഞാലേ നമുക്ക് ഈ ഒരു തുണിയുടെ മേൽഭാഗത്തും ഇതേപോലെ ഉള്ളിലോട്ട് വെച്ച് തയ്ച്ചെടുക്കാനുണ്ട്.
അപ്പോൾ അതിന് ഏറ്റവും മേൽഭാഗത്ത് നിന്നിട്ട് സൈഡ് ഭാഗത്തേക്ക് 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു 8 ഇഞ്ച് ഒരു സൈഡിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്തും ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു അളവ് വരെ നമ്മുടെ മേലെന്ന് ആ ഒരു തുണീനെ എടുത്തിട്ട് ഇതുപോലെ ഉള്ളിലോട്ട് വെച്ചിട്ട് ആ ഒരു ഭാഗം തയ്ച്ചെടുക്കണം കേട്ടോ. ഇതേപോലെ തന്നെയാണ് ഈ ഒരു നമ്മുടെ മെയിനായിട്ടുള്ള ബാഗിൻ്റെ തുണി ഉണ്ടല്ലോ, താഴ്ഭാഗം കൂടിയിട്ട് ഇതേപോലെ 8 ഇഞ്ച് സൈഡ് മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് ഭാഗം 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. നമ്മുടെ ബാഗിൻ്റെ ഇപ്പോൾ ആ ഒരു സെൻറ്റർ ഭാഗത്ത് തയ്ച്ച പോലെ തന്നെ മേൽഭാഗത്ത് ഈ ഒരു തുണിയുടെ 2 തുണിയിലും മേൽഭാഗവും ഇതേപോലെ അളവിൽ വെച്ചിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സൈഡ് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഈ ഒരു ഭാഗവും നമ്മൾ വെച്ച് തയ്ക്കുകയാണ് കേട്ടോ. ലൈനിങ്ങിൻ്റെ തുണി നമ്മൾ വേറെ കളർ എടുക്കാൻ പറയണതേ, നമ്മുടെ ബാഗ് തയ്ച്ചതേ ഇപ്പം തന്നെ കണ്ടില്ലേ അത്യാവശ്യം നല്ല കളറായിട്ട് നിൽക്കണേ. അപ്പം ഇതേപോലെ നല്ല ഭംഗിയായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേറെ കളർ വെക്കാൻ പറയണത്. ഇത്ര ഭാഗം തയ്ച്ച് കഴിഞ്ഞാലേ നമ്മുടെ ബാഗിൻ്റെ മേൽഭാഗത്ത് നിന്നിട്ട് താഴോട്ട് ഇതേപോലെയാണ് കേട്ടോ ഇരിക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്നിട്ട് ഇതേപോലെ പിടിച്ചിട്ട് 2 വശത്തേക്കും മടക്കിടുക. മടക്കി വെച്ചതിൻ്റെ ശേഷം ഇതിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്തെ തുണിയൊക്കെ ഉണ്ടല്ലോ, താഴ്ഭാഗത്തെ തുണിയും കൂട്ടിയിട്ട് കറക്റ്റ് ഒപ്പം വെക്കുക കേട്ടോ. ഒപ്പം വെച്ചതിൻ്റെ ശേഷം നമ്മളിപ്പോൾ കാണിച്ച പോലെ അതിൻ്റെ അരികു വശത്ത് കൂടെ ഒന്ന് തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആ ഒരു മേൽഭാഗത്ത് നിന്നിട്ട് താഴോട്ട് ഇങ്ങനെ തയ്ക്കുകയാണേ. താഴോട്ട് വന്ന ആ ഒരു മൂലഭാഗം എത്തുമ്പോൾ തിരിച്ച് വെച്ചിട്ട് ഈ ഒരു തെറ്റുഭാഗം വരെ ഒന്ന് തയ്ച്ചെടുക്കുക കേട്ടോ. ആ ഒരു ഓറഞ്ച് കളർ കാണുന്ന ആ ഒരു ഭാഗം മാത്രം തയ്ച്ചാൽ മതി, താഴ്ഭാഗത്തേക്ക് പിന്നെ നമുക്ക് തയ്ക്കേണ്ട കേട്ടോ. ഇതേപോലെ തന്നെ ഈ ഒരു സൈഡും മുഴുവനായിട്ട് തയ്ച്ചെടുക്കാം. നമ്മുടെ ആ ഒരു 2 സൈഡും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ബാഗിൻ്റെ മെയിനായിട്ടുള്ള ആ ഒരു ഭാഗത്ത് വള്ളി തയ്ച്ച് പിടിപ്പിക്കണം. അപ്പോൾ നമ്മളിവിടെ വള്ളി തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വള്ളി ഞാൻ തയ്ച്ചപ്പോൾ അതിൻ്റെ ഒരു തെറ്റുവശം ഉള്ളിലേക്ക് മടക്കിയിട്ടാണ് തയ്ച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് ഒന്ന് സ്ക്വയർ ഷേപ്പിൽ തയ്ച്ചെടുക്കുക. ഉള്ളിൽ വേണമെങ്കിൽ ഉള്ളിലേക്ക് വെക്കാം, അല്ലെങ്കിൽ പുറം ഭാഗത്ത് വെച്ച് തയ്ച്ചെടുക്കാം. അപ്പം ഞാനിതിൻ്റെ ബാഗിൻ്റെ നല്ല ഭാഗത്ത് വെച്ചിട്ടാണ് കേട്ടോ ഒരു വള്ളി തയ്ച്ച് വെക്കുന്നത്. നമ്മൾ വിട്ടു പോരാതിരിക്കാനും അത്യാവശ്യം നല്ല ഭംഗിയിൽ നിൽക്കാനും ഇതേപോലെ സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ വള്ളി തയ്ച്ച് വെക്കുന്നത്. ഒരു സൈഡ് വള്ളി തയ്ച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ആ ഒരു വള്ളീനെ കറക്റ്റ് നേരെ വെച്ചിട്ട് തിരിഞ്ഞു പോവാതെ നോക്കിയിട്ട് നമുക്ക് ഇപ്പുറത്തെ ഭാഗത്തേക്കും കൂടിയിട്ടൊന്ന് വെച്ച് തയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് ബാഗിൻ്റെ ഒരു വശത്തും വള്ളി തയ്ച്ച് പിടിപ്പിക്കണം. ബാഗിൽ തയ്ച്ച് പിടിപ്പിച്ചിട്ടുള്ള വള്ളിയുടെ നീളം വരുന്നത് ഒരു 25 ഇഞ്ചാണ് കേട്ടോ നീളം എടുത്തിട്ടുള്ളത്. വീതി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു 2 ഇഞ്ച് വീതിയിലാണ് കേട്ടോ തുണി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉള്ളിലേക്ക് മടക്കി വെച്ച് തയ്ച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇത്ര നീളവും വീതിയും വേണ്ടാന്നുണ്ടെങ്കിൽ ചെറിയ അളവ് വ്യത്യാസം വരുത്തി ഒന്ന് കുറച്ചെടുക്കാം കേട്ടോ. ബാഗിൻ്റെ 2 സൈഡിലും വള്ളിയൊക്കെ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി നിന്നിരുന്ന നൂലൊക്കെ നിന്നത് നമ്മൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഈ ഒരു ബാഗിന് നമ്മൾ സിബ് വെച്ചിട്ടില്ല കേട്ടോ. പകരം ഞാനിവിടെ നമ്മുടെ ചുരിദാറിലും ബ്ലൗസിലൊക്കെ വെക്കുന്ന ആ ഒരു പ്രസ് ബട്ടനാണ് കേട്ടോ വെക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ബാഗിൻ്റെ ഉൾവശത്ത് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്യാം കേട്ടോ, ഏത് ഭാഗത്താണ് പ്രസ് ബട്ടൺ വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു മാർക്ക് ചെയ്ത ഭാഗത്ത് ഇതിൽ ഓരോന്നും വെച്ച് സൂചിയും നൂലും വെച്ചിട്ട് നമുക്ക് നല്ല രീതിക്ക് തുന്നിയെടുക്കാം കേട്ടോ. അങ്ങനെ തുന്നിയെടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു ബാഗിൻ്റെ മേൽവശം ഇതേപോലെ വെച്ചിട്ട് താഴോട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാഗ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇങ്ങനെ അടഞ്ഞിരിക്കും കേട്ടോ. നമ്മളിവിടെ ഇപ്പോൾ സൂചി നൂലും വെച്ചിട്ട് തുന്നിയെടുക്കുന്നില്ല കേട്ടോ, ഒന്ന് വെച്ച് കാണിച്ചതാണ്. വേറെ എന്തെങ്കിലും ഐറ്റം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒന്ന് ഒട്ടിച്ചിട്ട് ബാഗ് ഒന്ന് അടയ്ക്കാൻ പറ്റുന്ന തരത്തിൽ ചെയ്തെടുക്കാം കേട്ടോ, വേറെ എന്തെങ്കിലും ഐഡിയ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ബാഗിൻ്റെ ഉള്ളിൽ കണ്ടോ അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരളവിൽ ബാഗ് തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാതെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുള്ള പട്ടിൻ്റെ പോലുള്ള ഷാളും അതല്ലാതെ വേറെയുള്ള തുണികളൊക്കെ ആയാലും ഇതേപോലെയുള്ള നല്ല ഭംഗിയുള്ള ബാഗൊക്കെ നമുക്ക് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രത്തോളൂ. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.
തയ്ച്ച് കഴിയുമ്പോൾ ബാക്കിയുള്ള തുണികളൊക്കെ ആയാലും ഇതുപോലെ എടുത്ത് വെക്കുകയാണെങ്കിലേ നല്ല ഭംഗിയുള്ള ബാഗ് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ബാഗ് തയ്ക്കാനായിട്ട് നമുക്ക് വേറെ ഒരു ചിലവ് ഉണ്ടായിട്ടില്ല. ഒരു നൂലിൻ്റെ ചിലവ് മാത്രമാണ് കേട്ടോ.